പവി കെയർടേക്കർ രാജേഷ് രാഘവൻ എഴുതി ദിലീപേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത് വിനീത് കുമാർ ഡയറക്റ്റ് ചെയ്ത മൂവിയാണ് പവി കെയർടേക്കർ. കരളെ നിൻ കൈ പിടിച്ചാൽ. വിനീത് കുമാർ ആരാന്ന് മനസ്സിലായില്ലേ? അതെ, മലയാളികളുടെ സ്വന്തം പൂച്ചക്കണ്ണൻ വിനീതേട്ടൻ. പവി കെയർടേക്കർ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തിയേറ്റർ വാച്ചബിൾ ആണോ, തിയേറ്ററിൽ പോയി കാണേണ്ട മൂവിയാണോ അല്ലയോ, നമുക്ക് ടിക്കറ്റ് വേർത്തിയാണോ അല്ലയോ, അങ്ങനെ നോക്കിയിട്ട് മാത്രം റിവ്യൂ നോക്കാൻ വരുന്ന ആളുകൾക്കാണെങ്കിൽ ഞാൻ പറയാം, പടം നിങ്ങൾ ഡിസപ്പോയിൻ്റ് ചെയ്യിക്കില്ല, ഇഷ്ടപ്പെടും. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. നിങ്ങളൊരു ദിലീപേട്ടൻ ഫാൻ അല്ല എങ്കിൽ, നിങ്ങൾ നോർമൽ സിനിമ ആരാധകനാണെങ്കിൽ, നിങ്ങൾക്ക് ദിലീപേട്ടൻ്റെ പടങ്ങളെല്ലാം കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ കുറെ മാനറിസംസ് ഇത് ഒഴിവാക്കാമായിരുന്നില്ല എന്ന് തോന്നും. ആ ഒരു സംഭവം മാത്രം മാറ്റി വെച്ചാൽ പടം മൊത്തത്തിൽ അടിപ്പൻ കിടിലം പടമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിലീപേട്ടൻ വൺ മാൻ ഷോ തന്നെയാണ് പടം. കാര്യം 5-6 നായികമാരൊക്കെ ഉണ്ട് പടത്തില്. എല്ലാവരും അവരവരുടെ റോള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ സ്റ്റോറിയിൽ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. നല്ല രസമുള്ളൊരു സ്റ്റോറിയാണ്. ഒരു സെക്കൻഡ് ഹാഫിൽ നമ്മളിങ്ങനെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ നമുക്ക് ആ വെയിറ്റ് ചെയ്തതിനൊക്കെ നമ്മൾ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു നല്ല ക്ലൈമാക്സ് ആണ്. നല്ല പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് സീരിയസ്ലി ഇഷ്ടപ്പെട്ടു പടം. എന്നാൽ ഞാൻ പറയുകയാണ്, എനിക്ക് തുടക്കത്തിലൊരു കുറച്ച് ഭാഗങ്ങൾ എനിക്ക് ടിപ്പിക്കൽ ദിലീപേട്ടൻ മാനറിസംസ്, എനിക്കിഷ്ടമില്ലാത്ത കുറച്ച് ദിലീപേട്ടൻ്റെ മാനറിസംസ് ഉണ്ട്. ആ ഒരു സാധനങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് ദിലീപേട്ടൻ ഒരു പടം ചെയ്ത് കാണണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇതൊന്ന് മനസ്സിൽ വെച്ചിട്ട് പോയി പടം കാണാം. ദിലീപേട്ടൻ്റെ പടങ്ങളിൽ ഉണ്ടാകുന്ന കുറച്ച് മാനറിസംസ് ഈ പടത്തിലും ഉണ്ട്. അതൊക്കെ അത് വിട്ട് കളഞ്ഞ് നമുക്ക് ആ പടം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വേർത്തി വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയായിട്ട് തന്നെ തോന്നും പവി കെയർടേക്കർ. പിന്നെ നമ്മുടെ ഡയറക്ടർ വിനീതേട്ടൻ്റെ ഒരു എൻട്രി ഒക്കെ ഉണ്ട് കേട്ടോ പടത്തില്. എടുത്തു പറയേണ്ട ഒരാളുണ്ട്, ബ്രോ ദിലീപേട്ടൻ്റെ പട്ടിക്കുട്ടി. ആൾക്ക് ഏറ്റവും സ്നേഹം ഈ പട്ടിക്കുട്ടിയോടാണ്. ഈ പടത്തിന്റെ കഥാതന്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഫ്ലാറ്റിലെ ഒരു കെയർടേക്കർ, അദ്ദേഹം ആ ഫ്ലാറ്റിനെ കെയർ ചെയ്യുന്നതും, പിന്നെ പുള്ളി ഒരു ഒറ്റാന്തടിയാണ്. പുള്ളിയുടെ ലൈഫിലേക്ക് ഒരു പെൺകുട്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസും, അങ്ങനെ പുള്ളിയെ ചുറ്റിപ്പറ്റിയും ആ ഫ്ലാറ്റിനെ ചുറ്റിപ്പറ്റിയാണ് ഈ സംഭവം, ഈ കഥ മുഴുവൻ നടക്കുന്നത്. ഇതിലൊരു ഫൈറ്റ് സീൻ ഉണ്ട് കേട്ടോ, കിടിലന. അതിൻ്റെ മേക്കിംഗ് നല്ല രസമായിട്ട് തോന്നി, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വരുന്ന സോങ്സ്, ഒരു ഓണം സോങ് ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നായികമാരെല്ലാം കാണാനും എല്ലാവരും ഒന്നും വെച്ച് എന്ത് ഭംഗിയെ കണ്ടിരിക്കാൻ. അങ്ങനെ വലിയ ഭീകര പടമല്ല, പക്ഷേ കണ്ടാൽ നിങ്ങൾ ചിരിച്ച് സന്തോഷമായിട്ട് ഇറങ്ങി വരുന്നൊരു പടം.